കണ്ണുകൾ കാണുമ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് തോന്നും. എക്സ്ക്യൂസ് മീ. കറണ്ട് പോയെന്നേ. ആ അതെ, തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. തന്നെ കെട്ടാൻ പോകുന്ന ഒരാള് എങ്ങനെ ഉണ്ടാവണമെന്ന് തനിക്ക് യാതൊരു എക്സ്പെക്ടേഷൻസും ഇല്ലേ? ഞാൻ ചീത്ത വിളിച്ച കേട്ടോളണം, അടിച്ച വാങ്ങിച്ചോളണം. എന്നാ എന്നെ നല്ല സ്നേഹത്തോടെ നോക്കണം. ഡെയിലി എഴുന്നേറ്റ് ഉടനെ ഐ ലവ് യു പറയണം. കോഫി കപ്പോടെ രാവിലെ എഴുന്നേക്കണം. എന്റെ കണ്ണിൽ കരട് വീണ അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണീര് വരണം. അങ്ങനെ ഒരാളെ ഭൂതക്കണ്ണാടി വെച്ച് ലോകത്ത് എവിടെ തേടിയാലും കിട്ടാൻ പോകുന്നില്ല. കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റീസ് ഇല്ലെങ്കിലും ഞാനും ഒരാളെ സ്നേഹിച്ചിരുന്നു. എന്ത്? തനിക്ക് ലവ് സ്റ്റോറി ഉണ്ടോ? മനസ്സെന്ന് ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും ഉണ്ടാവാതിരിക്കോ? പറയാൻ കേട്ടോ. ഹലോ, എനിക്ക് കടന്നു പോയ ബസ് സ്റ്റോപ്പ് വേണ്ട, വരാൻ പോകുന്ന ബസ് സ്റ്റോപ്പാണ് വേണ്ടത്. നടന്ന കാൽവേന എടുക്കുന്നു, മിണ്ടിയ വായു വേദന എടുക്കുന്നു. പക്ഷെ കേൾക്കുമ്പോ ചെവി വേന എടുക്കില്ലല്ലോ. മിണ്ടാണ്ടിരുന്ന് കേക്ക്. പറഞ്ഞോ. മേ ബി ഇപ്പൊ അവന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ ഓർത്ത് പറയാം. നീ അത്രയ്ക്കൊന്നും ഹാൻസം അല്ല, പക്ഷെ അവൻ ഒരുപാട് സുന്ദരനാ. അവന്റെ പേര് ജോസഫ്. സ്പെക്സ്, താടി, രാജ്ദൂത് ബൈക്കാ ഓടിക്കാറ്. മൈ കസിൻ ഫ്രണ്ട്. ആൻഡ് ഹി വാസ് എ അമേസിംഗ് സ്കൾപ്ചർ ആർട്ടിസ്റ്റ്, യു നോ. അവനെ പോലെ തന്നെ അവന്റെ മുടിയും മൃദുലമാ. അവൻ ചെയ്യുന്ന പെയിന്റിങ്സ് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ഇതെല്ലാത്തിനേക്കാൾ കൂടുതൽ എനിക്ക് അവനിൽ ഇഷ്ടമായത് അവൻ ലേഡീസിനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതാ. അന്ന് ഞാൻ ചർച്ചിലേക്ക് പോയിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചത് സ്ത്രീകളാണ്. ത്യാഗം എന്ന വാക്കിന് മറ്റൊരു രൂപം സ്ത്രീകളാണ്. പുരാണത്തിൽ പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ, എത്ര നാരസ്റ്റ് പൂച്ചത്തെ രമന്തെ തത്ര ദേവത്തെ എന്ന് വെച്ചാൽ, എവിടേക്കാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടേക്ക് ദൈവം കുടിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ശരിക്കുള്ള ഭാഗ്യവാൻ ആരാണെന്ന് വെച്ചാൽ, തന്നെ മനസ്സിലാക്കുന്ന ഭാര്യയെ സ്വന്തമാക്കുന്നവനാണ്. ആണുങ്ങളെ സമ്പാദിച്ച് സ്ത്രീകൾ അവരുടെ കുടുംബത്തിലെ ജോലികൾ നോക്കുന്നു. ആണുങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ക്ഷമിക്കും. അത് എന്തെങ്കിലും കഷ്ടമാണെങ്കിൽ അവർ സഹിച്ചോളും. കുടുംബം വളരാൻ കുട്ടികളെ നൽകുന്നു. അതേപോലെ പുരുഷൻ സന്തോഷമായിരുന്നാൽ അത് മതി അവർക്ക്. ഇത്രയൊക്കെ ചെയ്താലും സ്ത്രീകളെ നമ്മൾ കുറച്ചിലായിട്ടാണ് കാണുന്നത്. അതവർ സഹിക്കുന്നത് കൊണ്ടാണ് ആണുങ്ങൾ ഹീറോ ആവുന്നത്. അവർ സഹിച്ചില്ലെങ്കിൽ സീറോ. അദ്ദേഹത്തിന്റെ സ്പീച്ച് ബോറടിപ്പിക്കുന്ന പോലെ ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അണ്ടിപ്പരിപ്പ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള് കപ്പലണ്ടിയും കഴിച്ച് സമാധാനിക്കുന്ന പോലെ, ഐസിൽ ശില്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആള് മണലിൽ ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കടൽ കാറ്റ്, നനഞ്ഞ മണൽ. എന്നാ അവന്റെ മനസ്സ് ഹായ്. ഹായ്. നമ്മുടെ ചേർച്ചിൽ വെച്ച് നിങ്ങളുടെ വഷളൻ സോറി സ്പീച്ച് കേട്ടിരുന്നു. വളരെ നന്നായിരുന്നു. അത് സ്പീച്ച് ഒന്നും ആയിരുന്നില്ല. എനിക്കറിയാവുന്ന ഒരു 4 നല്ല കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ശില്പം വളരെ നന്നായിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഓഫ് കോഴ്സ്. തനിക്കൊരു കാര്യം അറിയോ? ഒരു അച്ഛൻ തന്റെ കുട്ടിയുടെ ഷൂ ലേസ് അഴിഞ്ഞിരുന്നത് കണ്ടാലേ അത് കെട്ടിവിടുള്ളൂ. പക്ഷെ അമ്മ അങ്ങനെയല്ല. ജനിച്ച് 2 വർഷമായിട്ടും ദൈവം സംസാരിക്കാനുള്ള ശേഷി കുട്ടിക്ക് കൊടുത്തില്ലെങ്കിലും അവന് വിശക്കുന്നുണ്ടോ, അതോ ഉറക്കം വരുന്നുണ്ടോ, അതോ വേദനിക്കുന്നുണ്ടോ എന്ന് തനിക്ക് സ്വയം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യും. യുനോ, യു ആർ റിയലി ഗ്രേറ്റ്. ഐ മീൻ ഓൾ വുമൺ ആർ ഗ്രേറ്റ്. നിങ്ങൾ ക്രിസ്ത്യനാ? ആദ്യം മനുഷ്യൻ, എന്നിട്ടാണ് ക്രിസ്ത്യൻ. അവന്റെ പ്രസംഗം ഓവർ ആക്ടിംഗ് ആണല്ലോ. ശരി, അതൊക്കെ നീക്കി വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം സംസാരിക്കാം. ഇവൻ തന്നെ വളിപ്പിടിച്ചു കൊല്ലു. നിങ്ങൾ മനസ്സിലെന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരാളെ കിട്ടിയാ മതി, സംസാരിച്ച് കൊല്ലുന്നാ വിചാരിച്ച്. അതന്നെ, ഈ പെണ്ണുങ്ങളുടെ പുറകെ ആണുങ്ങൾ ചെന്ന് കമന്റ് അടിക്കില്ലേ, ഇതും അതുപോലെ തന്നെയാ. സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പോവാണേ. ബൈ. അന്നാണെങ്കി ആ ബൈക്ക് അവനിട്ട് നല്ലൊരു പണിയും കൊടുത്തു. വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഓക്കേ, വെയിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെ ബൈക്ക് ഓടിക്കുന്നതിലും കൂടുതൽ തള്ളിക്കൊണ്ടു പോകുന്നേ ഞാൻ കണ്ടിട്ടുള്ളത്. എന്ത് ചെയ്യാൻ, ഈ ബൈക്ക് വാങ്ങിയത് തന്നെ ഒരുപാട് കടത്തിന്റെ മുകളിലാണ്.
ആ കട അടയ്ക്കാൻ തന്നെ വരുന്ന കാശ് തികയുന്നില്ല. അതിനാ പറയുന്നത് നമ്മുടെ കറക്റ്റ് സൈസിനുള്ള പാന്റ് വാങ്ങിക്കണമെന്ന്. 10 വർഷത്തിന് ശേഷവും അത് ഇടാൻ പറ്റുന്ന വലിയ സൈസിന് വാങ്ങിച്ചാലേ അത് ഊരി വീണ് എല്ലാവരുടെ മുമ്പിൽ നാണം കണ്ടേണ്ടി വരും. നോക്കിയേ, പൂച്ചയോട് എത്ര പോരാടി ജയിച്ചാലും പൂച്ച എന്നേ പറയുള്ളൂ. അതേപോലെ സിംഹത്തിന്റെ കൂടെ മത്സരിച്ച് തോറ്റാലും സിംഹം എന്നേ പറയുള്ളൂ. ഓഹോ, ചില സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ വാ, എന്റെ കസിന്റെ ബൈക്കിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പെട്രോൾ എടുത്തരാം. കം. ദാ നോക്ക്, കാലിയായ ബോട്ടിലിനും കാറ്റ് പോയ ബലൂണിനും പെട്രോൾ ഇല്ലാതെ വണ്ടിക്കും ഒരു വാല്യൂ ഇല്ല. പണമില്ലെങ്കിൽ മനുഷ്യന് പോലും വാല്യൂ ഇല്ല. ആ, അതും കറക്റ്റ് തന്നെയാ. ദിവസവും അവനെ ഞാൻ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യും. എപ്പോഴും അവനോട് മിണ്ടിക്കൊണ്ടിരിക്കണം, എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് തോന്നും. എന്തിനാ സ്നേഹിച്ചെന്ന് ചോദിച്ചാ എനിക്കറിയില്ല, പക്ഷെ അവനെ പ്രേമിച്ചോന്ന് എനിക്കറിയാം. സമാധാനായി, താങ്ക് ഗോഡ്. കറക്റ്റ് സമയത്താ നിങ്ങൾ വന്നേ. പ്ലീസ് ഇനി ഒന്ന് കോളേജിൽ ഡ്രോപ്പ് ചെയ്യും. ഞാന് ഇതുവഴിയാ പോകുന്നത്. എന്തേ, ഹാൻഡിൽ ബാർ തിരിച്ച ബൈക്ക് തിരിയില്ലേ? ആ പോകും, ബസ് സ്റ്റോപ്പ് വരെയും ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. വാ. ഹേ, എടുക്കെടുക്ക്, ഞാൻ അന്ന് നിനക്ക് തന്ന പെട്രോളിങ് എടുക്ക്. ശരി ശരി, ഡ്രോപ്പ് ചെയ്യാൻ. കേറിയിരിക്കും, കേറ്. ഞാൻ ടൈറ്റ് ആയിട്ട് പിടിച്ചോളാം. വീലിംഗ് ചെയ്യൂ. എനിക്കൊന്നും അറിയില്ല, ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. ശരി, നിങ്ങൾ വന്ന് പുറകെ ഇരിക്ക്, ഞാൻ വീലിംഗ് ചെയ്തോളാം. ഹോൺ അടിച്ചാ വഴി കിട്ടും, സ്മൈൽ ചെയ്താ ലിഫ്റ്റ് കിട്ടും. ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞു എനിക്ക് അവനോട് പ്രേമമാണെന്ന്. അത് പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷേ അവിടെ സംഭവിച്ചത്, വാവ്, അയ്യോ വേണ്ട, ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇനി അവന്റെ പ്രസംഗം തുടങ്ങും. താൻ കൺദാനം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇനി ചിലപ്പോ ചെയ്തു എന്ന് വരാം. പിന്നെ ആ ഹാർട്ട്? ഹാർട്ടോ? മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു ചെറിയ പാർട്ട് തന്നാ മതി. എനിക്ക് മനസ്സിലായില്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ദൈവമേ, തുടങ്ങി. ശരിക്കും വന്ന് പെട്ടു. ഇതെന്താ? ഇറ്റ്സ് എ ഹാർട്ട്. നോ, ഇത് ലവ് സിമ്പിൾ. വെറുതെ ടൈം പാസിന് ലവ് ചെയ്യുന്നവർക്ക്. നമുക്ക് ഇത് വേണ്ട. ഹാർട്ട് എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവണം? സി, 2 ഓറിക്കിൾസ്, 2 വെൻട്രിക്കിൾസ്. ഇതിൽ 2 വാൾസ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. ബാക്കിയുള്ള 2 വാൾസ് പ്യൂരിഫൈ ചെയ്ത എല്ലാ ബ്ലഡും ബോഡിയിലുള്ള എല്ലാ പാർട്സിലേക്ക് സപ്ലൈ ചെയ്യും. Got it? Yeah, you're right. Good. So, പ്രേമം പോലും ഈ ഹാർട്ട് വാൾസ് പോലെ 4 തരത്തിലുണ്ട്. 2 അകത്തുണ്ടാവും, 2 പുറത്തുണ്ടാവും. അകത്തിരിക്കുന്നത് ബ്ലഡ് റിലേഷൻ ബന്ധപ്പെട്ടത്, ലൈക്ക് അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി, ചേട്ടൻ, അനിയൻ. രണ്ടാമത്തത് നമ്മുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, നമ്മളെ വിശ്വസിക്കുന്നവർ. സംടൈംസ് ഇഷ്ടമുള്ള കാര്യം പ്രേമമായി മാറും, പിന്നീട് അത് സ്വന്തമായി മാറും. അപ്പൊ പുറത്ത് കാണിക്കുന്ന സ്നേഹം? ഇത് 2 തരമാണ്. നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ, ഇപ്പോഴല്ലെങ്കിൽ പോലും ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നടക്കുമല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ല? യെസ്, ഓഫ് കോഴ്സ്. നായ് ബിസ്ക്കറ്റ് പാക്കറ്റിൽ നായില്ലെങ്കിലും ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടാവുമല്ലോ. അപ്പൊ അടുത്തത് നിന്നിൽ പാതി എന്നുവെച്ചാ നിന്റെ ലവറിൻ്റെത്. നോക്കിയേ, ഞാൻ എത്ര ധൈര്യശാലിയായിരുന്നാലും ഞാനും ചെറുതായിട്ട് നാണിക്കൊക്കെ ചെയ്യും. ഞാനത് കളഞ്ഞിട്ട് തന്നോടൊരു കാര്യം ചോദിക്കുക. ആ പാർട്ട് എനിക്ക് തന്നേക്ക്. നമ്മളെ ആരാണോ അധികം ചീത്ത പറയുന്നത്, അവരാണ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാ പറയുന്നത്. ഐ ലവ് യു. ഞാൻ പറയാൻ ചെന്ന കാര്യം അവൻ പറഞ്ഞപ്പോ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ശരിക്കും ഈ ആളി കത്തുന്ന തീയില് വെള്ളം ഒഴിച്ചു വിട്ട അവസ്ഥയായി. പക്ഷെ ഞാൻ ആ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്തു. പെട്രോൾ ഇല്ലാത്ത വണ്ടിയും വെച്ച് നീ തേരാ പാരാ നടക്കുക. ബീച്ചിലിരുന്നോണ്ട് ശില്പങ്ങളെ ഉണ്ടാക്കുന്നു. നീ എങ്ങനെ സമ്പാദിക്കുക? എന്നെ എങ്ങനെ നീ നോക്കുക? നിന്നെങ്ങനെ വിശ്വസിക്കാനാ? ഇതെല്ലാ പെണ്ണുങ്ങളും ചോദിക്കുന്ന ചോദ്യം തന്നെയാ. എന്ത് ആണുങ്ങൾ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുമ്പോ എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല? ഇപ്പൊ താൻ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ല, വിശ്വാസം മാത്രമേ ഉള്ളൂ. സമുദ്രത്തിന് കരയും പ്രശ്നങ്ങൾക്ക് പരിഹാരവും തീർച്ചയായിട്ടും ഉണ്ടാവും. ആലോചിച്ചിട്ട് പറ. ഹലോ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണോ? നാളെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ. ടൈം
സൺറൈസ് മുതൽ സൺസെറ്റിനുള്ളിൽ